മകളെ, സഞ്ജയൻ ധൃതരാഷ്ട്രോട് യുദ്ധക്കളത്തിലെ വിശേഷങ്ങൾ വിവരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രയുടെ അമിതമായ പുത്രവാത്സല്യവും അതിമോഹവും കാരണം മക്കളെ നിലയ്ക്ക് നിർത്താൻ ശ്രമിക്കാതെ അവരെ യുദ്ധക്കളത്തിലേക്ക് തള്ളിവിട്ടതാണ് എല്ലാ നാശങ്ങൾക്കും കാരണമെന്ന് സഞ്ജയൻ രാജാവിനെ പഴിച്ചു. ഭീമസേനൻ്റെ കൈക്കരുത്തിന് മുന്നിൽ 8 കൗരവ സഹോദരന്മാരാണ് മരിച്ചത്. ദുര്യോധനൻ ഭീഷ്മരോട് പരാതിപ്പെട്ടു. എങ്കിലും പാണ്ഡവരെ എതിർക്കാൻ കൗരവപക്ഷത്ത് ആർക്കും ശക്തിയില്ലെന്ന് ഭീഷ്മർ ദുര്യോധനനെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. ആ വാക്കുകൾക്കൊന്നും പരാജയത്തിൻ്റെ കയ്പുനീർ കുടിച്ച ദുര്യോധനെ സമാധാനിപ്പിക്കുവാൻ ആയില്ല. സഞ്ജയൻ തുടർന്നു. രാജാവേ, ഉച്ചയോടെ യുദ്ധം ഭീകരമായി തീർന്നു. ഭീമൻ്റെ സഹായത്തിനായി അഭിമന്യു, ഘടോൽക്കജൻ എന്നിവർ വന്നു ചേർന്നതോടെ കൗരവ സൈന്യം കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടു. ഇത് കണ്ട് യുധിഷ്ഠിരൻ സൈനികരെ അയച്ച് ഭീഷ്മരെ തടഞ്ഞു നിർത്തി. പാണ്ഡവപക്ഷത്തെ മഹാരഥന്മാരായ ദുരുപദൻ, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, ധൃഷ്ടകേതു, സാത്യകി എല്ലാവരും ഒന്നിച്ചു നിന്ന് ഭീഷ്മർക്കെതിരെ യുദ്ധം ചെയ്തു. അർജുനൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പാണ്ഡവപക്ഷക്കാർ ദുര്യോധനൻ അയച്ച സൈന്യത്തെ തടുത്തു നിർത്തി. അപ്പോൾ ദ്രോണാചാര്യർ ഒരു ഭാഗത്ത് പാണ്ഡവ സൈന്യത്തെ കൊന്നൊടുക്കുന്നുണ്ടായിരുന്നു. മറ്റൊരു ഭാഗത്ത് കൃതവർമാവും ശകുനിയും ചേർന്ന് പാണ്ഡവരോട് യുദ്ധം ചെയ്തു. അർജുനൻ്റെ മറ്റൊരു മകനായ ഇരാവാൻ ശകുനിയെ തടഞ്ഞു. നാഗകന്യകയായ ഉലൂപിയിൽ അർജുനന് ജനിച്ച മകനാണ് ഇരാവാൻ. ശകുനിയുടെ സൈന്യം പാണ്ഡവരുടെ വ്യൂഹം തകർത്തു. ഇരാവാൻ തൻ്റെ പക്ഷത്തുള്ളവരുമായി എത്തി ശകുനിയോട് യുദ്ധം ചെയ്തു. കൗരവ സൈന്യത്തെ ഇരാവാൻ കൊന്നൊടുക്കി മുന്നേറി. സുബലൻ എന്ന രാജാവിൻ്റെ പുത്രന്മാരിൽ ഒരാളാണല്ലോ ശകുനി. ശകുനിയുടെ സഹോദരന്മാർ ഒന്നിച്ചു ചേർന്ന് ഇരാവാനെ ചുറ്റിലും നിന്ന് ആക്രമിച്ചു. ഇരാവാന് ശക്തമായ മുറിവുകൾ ഉണ്ടായി. ശരീരത്തിൽ നിന്നും രക്തം നിർത്താതെ ഒഴുകി. അതൊന്നും വകവയ്ക്കാതെ ഇരാവാൻ അസ്ത്രം ഉപേക്ഷിച്ച് വാളുകൾ പ്രയോഗിച്ചു. ആ ആക്രമണത്തിൽ വൃഷഭൻ എന്ന ഒരു രാജകുമാരനൊഴിച്ച് ശകുനിയുടെ സഹോദരന്മാരെല്ലാം മരിച്ചു. ഇരാവാൻ കൗരവപ്പടയിൽ വലിയ നാശം വിതച്ചു. ഇത് കണ്ട് നിരാശനായ ദുര്യോധനൻ അലംബുഷൻ എന്ന രാക്ഷസനെ അഭയം പ്രാപിച്ചു. അയാൾ വലിയ ഒരു മായാവിയായിരുന്നു. ഭീമസേനൻ വധിച്ച ബഗൻ എന്ന അസുരൻ്റെ കഥ പറഞ്ഞ് അലംബുഷനെ ദുര്യോധനൻ പ്രകോപിപ്പിച്ചു. എന്നിട്ട് ഇന്നത്തെ യുദ്ധം തീരുന്നതിന് മുമ്പ് ഇരാവാനെ ഏതു മാർഗത്തിലൂടെയും വധിക്കണമെന്ന് അപേക്ഷിച്ചു. അതിഘോരമായി അലറിക്കൊണ്ട് അലംബുഷൻ ഇരാവാൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. ഒട്ടും ഭയപ്പെടാതെ ഇരാവാൻ രാക്ഷസനോട് ഏറ്റുമുട്ടി. അലംബുഷൻ മായ കൊണ്ട് ഒരു വലിയ സൈന്യത്തെ സൃഷ്ടിച്ചു. പലതരം ആയുധങ്ങൾ ധരിച്ച ധാരാളം മായാസൈനികർ കുതിരപ്പുറത്തെത്തി ഇരാവാൻ്റെ സൈന്യവുമായി പോരാടി. ഇരുഭാഗത്തും ധാരാളം പേർ മരിച്ചു. ഒടുവിൽ ഇരാവാനും അലംബുഷനും ദ്വന്ദ്വയുദ്ധത്തിന് ഒരുങ്ങി. ഇരാവാൻ പലതവണ അലംബുഷനെ വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തി. അപ്പോഴൊക്കെ മായാശക്തി കൊണ്ട് അയാൾ ഓരോ രൂപം പ്രാപിച്ച് എഴുന്നേറ്റ് വന്നു. ഇരാവാൻ്റെ വെട്ടേറ്റ് മുറിഞ്ഞു വീഴുന്ന രാക്ഷസൻ്റെ അവയവങ്ങൾ വീണ്ടും മുളച്ചു വന്നു. അയാളുടെ ശരീരത്തിൽ നിന്നും ധാരാളം രക്തം നഷ്ടപ്പെട്ടു. അയാൾ അവശനായി. ഒടുവിൽ ഒരു മായാപ്രയോഗത്താൽ ഒരു ഭീകരരൂപിയായി ഇരാവാനെ കടന്നു പിടിക്കാൻ നോക്കി. അപ്പോൾ ഇരാവാനും മായ പ്രയോഗിക്കാൻ തുടങ്ങി. അയാളുടെ മായാപ്രയോഗത്താൽ മാതാവായ ഉലൂപിയുടെ വംശത്തിൽപ്പെട്ട ധാരാളം നാഗങ്ങൾ ഇരാവാൻ്റെ ചുറ്റും അണിനിരന്നു. ഇരാവാനും ആദിശേഷനാഗത്തെപ്പോലെ ശക്തനായ ഒരു നാഗത്തിൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് രാക്ഷസൻ ഗരുഡ രൂപമെടുത്ത് നാഗങ്ങളെ വിഴുങ്ങുവാൻ തുടങ്ങി. ഒടുവിൽ അയാൾ ഇരാവാനെയും വിഴുങ്ങുവാൻ ആരംഭിച്ചു. തരം കിട്ടിയപ്പോൾ അലംബുഷൻ ഒരു വാൾ കൊണ്ട് ഇരാവാൻ്റെ ശിരസ് വെട്ടിവീഴ്ത്തി. ആ രംഗം കണ്ടുനിന്ന കൗരവ സൈന്യം ആഹ്ലാദത്താൽ വലിയ ശബ്ദത്തിൽ ആരവം മുഴക്കി. ഈ സമയത്ത് ഭീഷ്മരും ദ്രോണരും പല ഭാഗങ്ങളിലായി പാണ്ഡവ സൈന്യത്തെ സംഹരിച്ചുകൊണ്ടിരുന്നു. അർജുനൻ ഭീഷ്മരോട് ഏറ്റുമുട്ടി. യുധിഷ്ഠിരൻ, ഭീമൻ, സാത്യകി തുടങ്ങിയ വീരന്മാർ കൗരവ സൈന്യത്തെ പല ഭാഗങ്ങളിലായി ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ധൃതരാഷ്ട്രർ സഞ്ജയനോട് ചോദിച്ചു, സഞ്ജയ, ഇരാവാൻ്റെ മരണമറിഞ്ഞപ്പോൾ പാണ്ഡവരുടെ പ്രതികരണം എന്തായിരുന്നു? രാജാവേ, ആ വാർത്തയറിഞ്ഞ് ഘടോൽക്കജൻ ഒരു തൃശൂലവുമായി ദിക്കുകൾ പൊട്ടുമാറ് ഉച്ചത്തിൽ അലറിക്കൊണ്ട് കൗരവ സൈന്യത്തിന് നേരെ പാഞ്ഞു ചെന്നു. പ്രപഞ്ചത്തിൻ്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്നും ഘടോൽക്കജൻ്റെ ശബ്ദം പ്രതിധ്വനിച്ചു. ഇത് കേട്ട അങ്ങയുടെ സൈന്യം ഭയം കൊണ്ട് യുദ്ധക്കളം വിട്ട് ഓടി. കോപാകുലനായ ദുര്യോധനൻ ഉറക്ക ശബ്ദം വെച്ചുകൊണ്ട് ഓടിയവരെ തടഞ്ഞു നിർത്തിയിട്ട് ഘടോൽക്കജന് നേരെ യുദ്ധം ആരംഭിച്ചു. ഒരു വലിയ
ഗജസൈന്യവുമായി വങ്കരാജാവ് ദുര്യോധനെ സഹായിക്കാൻ എത്തി. ഘടോൽക്കജൻ്റെ ഒപ്പം ഒരു വലിയ രാക്ഷസ സൈന്യം ഉണ്ടായിരുന്നു. ദുര്യോധനൻ്റെ ശരങ്ങളേറ്റ് രാക്ഷസ സൈന്യത്തിലെ ഒട്ടുമിക്ക പ്രമുഖരും ചരമമടഞ്ഞു. ഉടൻ ഘടോൽക്കജൻ തൻ്റെ ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു. അപ്പോൾ വങ്കരാജാവ് തൻ്റെ ആനയെ മുന്നോട്ട് നടത്തി ശക്തിയെ തടഞ്ഞു. ആയുധമേറ്റ് ആന ചത്തു. വങ്കരാജാവ് ആനപ്പുറത്തു നിന്നും ചാടിയിറങ്ങി എങ്ങോട്ടോ ഓടിമറഞ്ഞു. വങ്കരാജാവ് ഓടിപ്പോകുന്നത് കണ്ട ദുര്യോധനൻ പക്ഷേ ഉറച്ചു നിന്ന് യുദ്ധം ചെയ്തു. ഘടോൽക്കജൻ പുറപ്പെടുവിച്ച ഒരലർച്ച ദിഗന്ധങ്ങളിൽ തട്ടി പ്രതിധ്വനിച്ച് ഭീഷ്മപിതാമഹൻ്റെ ചെവിയിൽ എത്തി. അപകടം ഊഹിച്ചെടുത്ത ഭീഷ്മർ തൻ്റെ സൈന്യത്തെ മുഴുവൻ ദുര്യോധനെ സഹായിക്കാനായി അയച്ചു. ദ്രോണർ, കൃപർ, ജയദ്രഥൻ, അശ്വത്ഥാമാവ്, ശല്യർ, വികർണൻ, ചിത്രസേനൻ തുടങ്ങിയ മഹാരഥികളെല്ലാം ദുര്യോധനൻ്റെ രക്ഷയ്ക്കായി എത്തിച്ചേർന്നു. പാണ്ഡവപക്ഷത്ത് അചഞ്ചലനായി നിന്ന ഘടോൽക്കജനെ തുണയ്ക്കുവാൻ കുറേ പേർ വന്നു ചേർന്നു. പിന്നെ അവിടെ നടന്നത് ഘടോൽക്കജൻ്റെ വിളയാട്ടമായിരുന്നു. അയാളുടെ അസ്ത്രമേറ്റ് ദ്രോണാചാര്യരുടെ വില്ലും സോമദത്തൻ്റെ തേർക്കൊടി മരവും ബാഹ്ലികൻ്റെ തേർക്കുടയും തകർന്നു വീണു. കൃപർക്കും ചിത്രസേനനും മുറിവേറ്റു. ദുര്യോധനൻ്റെ സഹോദരനായ വികർണൻ ഘടോൽക്കജൻ്റെ ശരമേറ്റ് തോളിൽ മുറിവ് പറ്റി തേർത്തട്ടിൽ വീണുപോയി. ജയദ്രഥൻ, ഭൂരിശ്രവസ് തുടങ്ങിയവർക്കെല്ലാം പരിക്കുപറ്റി. മഹാരാജാവേ, ഘടോൽക്കജൻ പിന്നീട് ദുര്യോധനനെ ലക്ഷ്യം വയ്ക്കുവാൻ തുടങ്ങി. ഇത് കണ്ട് കൗരവ സഹോദരന്മാർ ഒന്നടങ്കം ഘടോൽക്കജന് ചുറ്റും നിന്ന് ആക്രമിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ ഘടോൽക്കജൻ അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങി ഉഗ്രശബ്ദത്തിൽ അലറാൻ തുടങ്ങി. രാക്ഷസീയമായ ആ ശബ്ദം കേട്ട് കൗരവ സൈന്യം പേടിച്ച് വിറച്ചു. ആ ശബ്ദം ദിക്കുകളിൽ തട്ടി പ്രതിധ്വനിച്ച് യുധിഷ്ഠിരൻ്റെ കാതിൽ ചെന്നലച്ചു. യുധിഷ്ഠിരൻ വേഗം ഭീമനെ വിളിച്ച് ഘടോൽക്കജൻ്റെ രക്ഷയ്ക്കെത്തുവാൻ ആവശ്യപ്പെട്ടു. ഭീമൻ വേഗം ആ ദിക്കിലേക്ക് പാഞ്ഞു. ഒരു കൂട്ടം സൈന്യം ഭീമനെ പിന്തുടർന്നു. ഭീമൻ്റെ വരവ് കണ്ട് ഭയന്ന കൗരവ സൈന്യം പിന്തിരിഞ്ഞ് ഓടാൻ തുടങ്ങി. ഇത് കണ്ട് കുപിതനായ ദുര്യോധനൻ ഭീമൻ്റെ നേർക്ക് എണ്ണമറ്റ ശരങ്ങൾ അയച്ചു. ശരങ്ങളേറ്റ ഭീമൻ മോഹാലസ്യത്തിൽ പതിച്ചു. അപ്പോൾ ഘടോൽക്കജനെ സഹായിക്കാൻ എത്തിയ അഭിമന്യു കുറേ യുദ്ധവീരന്മാരുമായി ചേർന്ന് ദുര്യോധനനെ ആക്രമിക്കാൻ തുടങ്ങി. ഇത് കണ്ട ദ്രോണാചാര്യർ തൻ്റെ ഒപ്പമുള്ള മഹാരഥന്മാരെ ദുര്യോധനൻ്റെ സംരക്ഷണത്തിനായി പറഞ്ഞുവിട്ടു. ദ്രോണർ ഭീമനെ അസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. പക്ഷേ ഭീമൻ്റെ ശരമേറ്റ് ആചാര്യൻ്റെ ബോധമാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹം തേർത്തട്ടിൽ തളർന്നിരുന്നു. ഇത് കണ്ട് അശ്വത്ഥാമാവും ദുര്യോധനനും ഭീമൻ്റെ നേരെ ആക്രമണം ആരംഭിച്ചു. ഈ സമയത്ത് അവിടെ എത്തിച്ചേർന്ന അഭിമന്യുവും കൂട്ടരും കൗരവരെ ആക്രമിച്ചു. കൗരവ മഹാരഥന്മാർ എല്ലാവരും ചേർന്ന് ഭീമൻ്റെ മാറിലേക്ക് ശരങ്ങൾ പായിച്ചു. ഭീമൻ ഗദയും എടുത്തുകൊണ്ട് തേരിൽ നിന്നിറങ്ങി എതിർപക്ഷത്തെ കണക്കിന് പ്രഹരിച്ചു. പിന്നീട് യുദ്ധം ഘടോൽക്കജനും അശ്വത്ഥാമാവും തമ്മിലായി. ഘടോൽക്കജൻ മായാവിഭ്രമം സൃഷ്ടിക്കുവാൻ തുടങ്ങി. അത് കണ്ട് അശ്വത്ഥാമാവ് മോഹാലസ്യപ്പെട്ടു. ആ വിഭ്രമത്തിൽ താനൊഴികെ ബാക്കിയുള്ളവരെല്ലാം മരിച്ചു വീഴുന്നതായി ഓരോ സൈനികനും തോന്നി. അവർ പടക്കളം വിട്ട് പായുവാൻ തുടങ്ങി. അപ്പോൾ ഭീഷ്മരും ദുര്യോധനനും ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ആരും ഭയന്നോടരുത്. ഇത് രാക്ഷസനായ ഘടോൽക്കജൻ്റെ മായാവിദ്യകളാണ്. എല്ലാവരും തിരിച്ചു വന്ന് യുദ്ധം ചെയ്യൂ. പക്ഷേ ഘടോൽക്കജനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. അയാൾ കൗരവ സൈന്യത്തിനിടയിൽ കാട്ടുതീ പോലെ പടർന്നു കയറിക്കൊണ്ടിരുന്നു. ഇത് കണ്ട് പാണ്ഡവപക്ഷത്ത് സന്തോഷത്തിൻ്റെ ആരവങ്ങൾ ഉയർന്നു. കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.